വയനാട് പുനരധിവാസത്തിൽ ഡിവൈഎഫ്ഐ 100-ൽ കുറയാത്ത വീടുകൾ നിർമ്മിച്ചു നൽകും. കൊല്ലത്ത് സമാഹരിച്ച 1.21 കോടി രൂപ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഏറ്റുവാങ്ങി. ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണത്തിനായി കൊല്ലം ജില്ലയിൽ നിന്ന് 1.21 കോടി രൂപ സമാഹരിച്ചു. ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് 18 ബ്ലോക്ക് കമ്മിറ്റികളിലെ വിവിധ മേഖലാ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന വിവിധ ചലഞ്ചുകളുടെയും ആക്രി സാധനങ്ങൾ ശേഖരിച്ചു വിറ്റും അധ്വാനത്തിലൂടെ തുക സമാഹരിച്ചു. ഉണ്ണിയപ്പം, പായസം, ബിരിയാണി, പശുവിൻ പാൽ, പച്ചമീൻ, ഫോട്ടോഗ്രാഫി അങ്ങനെ നിരവധി ചലഞ്ചുകൾ ഡിവൈഎഫ്ഐ നടത്തി. ഡിവൈഎഫ്ഐ പ്രവർത്തകരും പൊതുജനങ്ങളും നൽകിയ ഉൽപ്പന്നങ്ങളും വരുമാന വിഹിതവും, കുട്ടികൾ നൽകിയ വഞ്ചികളും, ചായക്കടകൾ നടത്തിയും ബസ് യാത്രയിലൂടെയും ഓട്ടോറിക്ഷ യാത്രയിലൂടെയും വരെ തുക സമാഹരിച്ചു. 25 വീടുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച തങ്ങൾ 100-ൽ കുറയാത്ത വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ ഉറപ്പിച്ചു പറയാൻ സാധിക്കും, 25-ൽ കുറയാത്ത വീടുകൾ നിർമ്മിക്കും എന്ന് പ്രഖ്യാപിച്ച ഡിവൈഎഫ്ഐക്ക് ഇന്ന് 100-ൽ കുറയാത്ത വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ പണം ഈ നിമിഷം വരെ, ഇനിയും കൊല്ലവും തിരുവനന്തപുരവും അതുപോലെ തന്നെ പത്തനംതിട്ടയിലെയൊക്കെ പണം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാനുണ്ട്. ഈ നിമിഷം വരെ എത്തിയ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, 100-ൽ കുറയാത്ത വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായ പണം ഡിവൈഎഫ്ഐ സമാഹരിച്ചു കഴിഞ്ഞു എന്ന്. സംസ്ഥാന ട്രഷറർ SR അരുൺബാബു, കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജെറോം, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശ്യാമോഹൻ, ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് TR ശ്രീനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.